അധികം എക്യുപ്മെന്റ്സ് ഒന്നും ഇല്ലെന്നാ തോന്നുന്നത്. പക്ഷെ ഡോക്ടർ ഉണ്ണി ഹൈലി ക്വാളിഫൈഡ് ആണ്. എന്നാൽ രവിയൊക്കെ സമ്മതിച്ചാണ് അത്ഭുതം. എന്തായാലും ഒരു ആസ്പത്രിയല്ലേ, പരിചയമുള്ളൊരു ഡോക്ടറുടെ സൂപ്പർവിഷനും ഉണ്ട്. നാട്ടിൽ കിടക്കുന്നതിനേക്കാൾ എനിക്കൊരു സമാധാനമുണ്ട്. മിസ്സസ് ശിവശങ്കർ, ഇവിടെ രോഗികളുടെ കൂടെ ആരും നിൽക്കണമെന്നില്ല. ഡോക്ടർ പറഞ്ഞില്ലേ? ഇല്ല. പറയും. ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ഒക്കെ കൂടെ നിൽക്കുമ്പോഴാണ് രോഗി അസ്വസ്ഥനാവുന്നത്. ഇവരെയൊക്കെ വിട്ടുപോകേണ്ടി വരുമല്ലോ എന്ന് സബ് കോൺഷ്യസ് ഫിയർ. വി വോണ്ട് ദ പേഷ്യന്റ് ടു ബി ഫ്രീ മെന്റലി. ഡോക്ടർ എക്സ്പ്ലെയിൻ ചെയ്തു തരും. ഡോക്ടർ, ഞാൻ നോക്കാം. ആ, എല്ലാം നടന്നു കണ്ടോ? ഇതൊരു ഹോസ്പിറ്റൽ കം ആശ്രമമാണെന്ന് തോന്നാം. എന്തായാലും വേദന മറന്ന് കിടക്കാൻ കഴിഞ്ഞാൽ മതി. സിസ്റ്റർ എന്തോ ആവട്ടെ. ഡോക്ടർ, മാലിനി പോയിട്ട് സാറ്റർഡേ വന്നാൽ? കാളൊന്നിപ്പോൾ പെട്ടെന്ന് പുറപ്പെട്ടു. പ്രിൻസിപ്പാളിനോട് പറയാൻ. ഇവിടെ ഇഷ്ടം പോലെ ട്രെയിൻഡ് നേഴ്സസ് ഉണ്ട്. നമ്മുടെ വേദാന്തത്തിൽ പറയുന്നത് പോലെ സംസാരബന്ധങ്ങളൊന്നും ശല്യം ചെയ്യാത്ത ഒരവസ്ഥ, ഓൾമോസ്റ്റ് നിർവാണ. അതാണ് ശരിക്കു പറഞ്ഞാൽ ഈ സിസ്റ്റത്തിന് വേണ്ടത്. മിസ്സസ് രവിക്ക് പോകാം. ഫോൺ നമ്പറുകളൊക്കെ ഓഫീസിൽ കൊടുത്തിട്ടുണ്ടല്ലോ, ഞാൻ ഇടയ്ക്ക് വിളിക്കും. ധൈര്യമായിട്ട് പോകാം. ഡോണ്ട് വറി, ഇയാൾ എന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. 11 മണിക്കാണ് ഇവിടെ ലഞ്ച്, വെജിറ്റേറിയൻ. അത് കഴിച്ചിട്ട് പോകാം. റൗണ്ട് കഴിഞ്ഞ് ഞാൻ വരാൻ കാത്തിരിക്കണമെന്നില്ല. Relax. Whole body relax. Relax. Whole body relax. Relax. Look at that. പ്രകൃതിയുടെ ഈ അത്ഭുതങ്ങളെ സൃഷ്ടിച്ച ചൈതന്യം തന്നെയാണ് നമ്മുടെ ശരീരത്തിലും പ്രവഹിക്കുന്നത്. അത് വിശ്വസിക്കാനാവില്ലേ? യെസ്. ഒരു സെല്ല് ഭ്രാന്തെടുത്ത് പെരുകി പെരുകി എല്ലാ താളക്രമവും തെറ്റിക്കുന്നതാണ് ക്യാൻസർ. അതെല്ലാവർക്കും അറിയുന്നതാണ്. എന്തുകൊണ്ടൊരു സെല്ലിന് ഭ്രാന്തെടുക്കുന്നു? ഇന്നും റിസർച്ച് നടക്കുന്നത് അറിയാത്തതുകൊണ്ടാണല്ലോ. ആർക്കും അറിയില്ല. ഞങ്ങൾ DNA കുഴപ്പമെന്ന് പറയും. എങ്ങനെ കുഴപ്പം വരുന്നു നമുക്കറിയില്ല. പക്ഷെ നമ്മുടെ ഈ ശരീരത്തിനറിയാം. താളക്കേടുണ്ടാക്കുന്ന ശക്തിക്ക് തിരുത്താനുള്ള സിദ്ധിയും ഉണ്ടാവും. അത് ഉണർത്താനാണ് ഞങ്ങളുടെ ഈ ഹോളിസ്റ്റിക് സമീപനം. മാറുന്നുവെങ്കിൽ ഉത്തരവാദി ശരീരം തന്നെ. പിടികിട്ടാത്തതിനെയൊക്കെ നമ്മൾ ദിവ്യാത്ഭുതമെന്നോ മിറാക്കിളെന്നോ പറയും. മുറി ഉണങ്ങുന്നതും എല്ലുകൂടുന്നതും മിറാക്കിളല്ലേ? ഞങ്ങളുടെ സിസ്റ്റം കൊണ്ട് അമേരിക്കയിൽ 20% പേർ രക്ഷപ്പെടുന്നു. അതൊരു ഫാക്റ്റാണ്. 5-1 0 ചാൻസ് ആയിട്ടാണ് താൻ എന്റെ കാറിൽ കയറിയത്. ശരീരത്തിനോട് ഇപ്പോൾ കൽപ്പിക്കൂ, 0 അല്ല 5-1. എല്ലാ ശക്തിയും പുറത്തെടുക്കാൻ ശരീരത്തിന്റെ മനസ്സിനോട് കൽപ്പിക്കൂ. ക്വാണ്ടം മെഡിസിനിൽ കീമോതെറാപ്പി ഇല്ല, റേഡിയേഷൻ ഇല്ല. ചികിത്സിക്കുന്നത് രോഗി തന്നെയാണ്. അവനവനെ വിശ്വസിക്കാൻ തുടങ്ങും ആദ്യം.
പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ശാന്തി ശാന്തി ശാന്തി. ഭയങ്കര സ്പീഡ്. നടന്ന് ഞങ്ങൾ ഒപ്പം എത്തുന്നില്ല. ഇപ്പൊ എത്ര ടൈം എടുക്കുന്നുണ്ട്? 40 മിനിറ്റ്. വല്ലാത്ത ക്ഷീണമുണ്ട്. 40 മിനിറ്റ് ഫാസ്റ്റായി നടന്നാൽ ഏത് മല്ലനും കുറച്ച് ക്ഷീണിക്കും. യോഗം, ധ്യാനം, ഓട്ടോ സജഷൻ, ഇതിനെല്ലാം കൂടി ഞങ്ങൾ ഇന്നർ മെഡിസിൻ എന്നാണ് പറയുന്നത്. രവി വളരെ വൈകിയാണ് എന്റെ അടുത്ത് എത്തിയത്. അപ്പോ ഔട്ടർ മെഡിസിനും വേണം. അതിനാവുന്നത് ചെയ്യട്ടെ. നൗ വി ഡു എ കോഴ്സ് ഓഫ് കീമോതെറാപ്പി. രോഗിയുടെ വിൽപ്പവർ കൊണ്ട് ചില കേസുകൾ മാറുമെന്ന് ഞങ്ങൾ ചിലർ ആദ്യം പറഞ്ഞപ്പോ അമേരിക്കയിൽ ഭൂകമ്പം, ന്യൂ ഇംഗ്ലണ്ട് മെഡിക്കൽ ജേണൽ ഒരു ഇന്ത്യൻ യക്ഷിക്കഥയെന്നാണ് പറഞ്ഞത്. പിന്നെ പലയിടത്തു നിന്ന് കേസ് ഹിസ്റ്ററികൾ വന്നപ്പോ അവരത് തിരുത്തി സമ്മതിച്ചു. ഡോക്ടർമാർക്ക് ആ ജേണൽ ഒരു ചെറിയ വേദപുസ്തകം പോലെയാണ്. രവിശങ്കർ സാറ് ചീഫിന്റെ റൂമിലുണ്ട്. ബ്ലഡ് കൗണ്ട് നോർമലാണ്, ആൾമോസ്റ്റ് നോർമൽ. ഡോക്ടർ, നോർമൽ ശരിക്കും? മിക്കവാറും എന്നാണ് പറഞ്ഞത്. എന്റെ കഴിവല്ല, തന്റെ പരിശ്രമം. പിന്നെ ആ മഹാവൈദ്യനുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ അനുഗ്രഹം. നീ തോന്നുന്നു പ്രസാദം ദുർഗച്ചേച്ചി എനിക്ക് അയച്ചെന്നാ സാറ് എത്തിക്കാൻ. അവശ്യമായ You look gorgeous. ഇത്ര ദിവസം പണിക്കാരുടെ ബഹളമായിരുന്നു. 3 ബാത്റൂം മാറ്റി, ഹാളിന്റെ ഫ്ലോറിംഗ് മാറ്റി. ബാക്കി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് മാലിനി പറഞ്ഞാൽ മതി. ഞാനോ? അല്ലാണ്ടാര്? വീട്ടുകാരുടെ പോർട്ട്ഫോളിയോയിലാണ് ഇതൊക്കെ വരുന്നത്. യെസ്,
ഡോക്ടർ പറയൂ. എന്നിട്ട് ആ നന്നായി. ഗുഡ്, വെരി ഗുഡ്. ഞാൻ അറിയിക്കാം. എക്സലന്റ്, ഫാന്റാസ്റ്റിക്. രവിയേട്ടൻ വീട്ടിലേക്ക് പുറപ്പെടുന്നു. വളരെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ബ്ലഡ് കൗണ്ട് ഒരുവിധം നോർമൽ ആയിരിക്കുന്നു. ഈശ്വര, ആരാ വിളിച്ചത്? ഡോക്ടർ ഉണ്ണിയുടെ അസിസ്റ്റന്റ്. ദാറ്റ്സ് ഗ്രേറ്റ്, റിയലി ഗ്രേറ്റ്. പക്ഷേ ഡോക്ടർ റഹീം അത് സൂചിപ്പിച്ചിരുന്നു. ഫാൾസ് സെക്യൂരിറ്റി, എല്ലാം മാറിയെന്ന് തോന്നുന്ന സിംറ്റംസ്. നമ്മളത് പുറത്തു പറയണ്ട. മരണം അടുത്തെത്തുമ്പോഴാണ് അത്ര ചില കേസുകളിൽ ഇങ്ങനെ ഉണ്ടാവുക. ഞാൻ പോട്ടെ. ഞാൻ പിന്നെ വരാം. എനിക്ക് ചില ബാങ്ക് ഇടപാടുകൾ തീർക്കണം. ഒരു ഹാപ്പി മൂഡിലാണ് രവിയേട്ടനെങ്കിൽ അങ്ങനെ ഇരിക്കട്ടെ. ഞാൻ ഡോക്ടർ റഹീമായിട്ട് വളരെ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ALL ചില കുട്ടികൾക്ക് മാറ്റുണ്ട്, അപൂർവം കേസുകളിൽ. മുതിർന്നവരിൽ കംപ്ലീറ്റ് ആയി മാറിയ ഹിസ്റ്ററി ഇല്ല. അത് മനസ്സിൽ വെച്ചാൽ മതി. ഹോസ്റ്റലിൽ പോയിട്ട് വേണം നാട്ടിലേക്ക്. ഉച്ചയ്ക്ക് ശേഷമാണെങ്കിൽ ഞാൻ കാറിലേക്ക്. വേണ്ട, ഞാൻ പൊയ്ക്കോളാം.